കാർഡിയോളജിസ്റ്റിന്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്നറിയോ? അത് കാൽഷ്യമാണ്. ഒരു വ്യക്തിയുടെ രക്തക്കൊയിൽ കാൽഷ്യം വന്നു കഴിഞ്ഞാൽ ആ രക്തക്കൊയിൽ പിന്നെ കല്ല് പോലെ ഉറച്ചു പോവാണ്. ആ ബ്ലോക്ക് കല്ല് പോലെ കട്ടിക്കൂടാണ്. ഇത് എന്തുമാത്രം അപകടമാണ്. മാത്രമല്ല, കാൽഷ്യമുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിൽ മുമ്പ് കാലത്ത് പലപ്പോഴും ബൈപ്പാസ് വഴി മാത്രമേ ഈ രോഗികൾക്ക് രക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പലപ്പോഴും പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് കാൽഷ്യം കീഹോൾ വഴി തന്നെ, ആൻജിയോപ്ലാസ്റ്റി വഴി തന്നെ എനിക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കാൽഷ്യത്തിനെ നമ്മളൊരു പ്രധാന ശത്രുവായിട്ട് കാണുന്നത്? നമുക്ക് നോക്കാം. 50% ഹൃദ്രോഗികൾക്ക് രക്തക്കൊയിലുകളിൽ കാൽഷ്യം ബ്ലോക്ക് ഉണ്ടെന്നാണ് കണക്ക്. കാൽഷ്യം ബ്ലോക്കുള്ള ഒരു വ്യക്തിക്ക് ഹൃദയാഘാതത്തിന്റെ സാധ്യത ഏകദേശം ഒരു 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ്. ഓരോ 100 യൂണിറ്റ് കാൽഷ്യം സ്കോർ കൂടുന്നതിനും ഏകദേശം 25% മരണസാധ്യത കൂടുന്നുണ്ടെന്നാണ് കണക്ക്. മാത്രമല്ല, കാൽഷ്യം ഉള്ള ഒരു ബ്ലോക്ക് ചികിത്സിക്കാനുള്ള റിസ്ക് അതും 3 ഇരട്ടിയോളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാൽഷ്യം ബ്ലോക്ക് നീക്കുന്ന സമയത്ത് ഇതൊരു കല്ല് പോലെയാണ്. സാധാരണ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ബലൂണുകളിലോ സ്റ്റെന്റുകളിലോ കാൽഷ്യം നീങ്ങിപ്പോയില്ല. ഇതിന് പുതിയ പല ടെക്നിക്കുകളും നമുക്ക് വേണ്ടിവരും. കാൽഷ്യം തുറക്കുന്ന റോട്ട എന്ന് പറയുന്ന മെഷീൻ, അതല്ലെങ്കിൽ കാൽഷ്യം പൊട്ടിച്ച് കളയുന്ന IVL എന്ന് പറയുന്ന ഷോക്ക് തെറാപ്പി, ഇതെല്ലാം നമ്മളിപ്പോൾ ഉപയോഗിക്കാറുണ്ട്. കാൽഷ്യം ബ്ലോക്കുകൾ നമ്മൾ ഒരുപാട് കാലത്തേക്ക് കൊണ്ടു നടക്കുകയാണെങ്കിൽ രക്തക്കുഴലിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ചില ആളുകൾക്ക് പക്ഷാഘാതത്തിന്റെ റിസ്ക് കൂടും. ചില ആളുകൾക്ക് കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് കാലിൽ ഉണങ്ങാത്ത മുറിവുണ്ടാവുക, കാല് മുറിക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. കാൽഷ്യം കൂടുതൽ ആയിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പ്രമേഹ രോഗികൾ, പിന്നെ കിഡ്നിയുടെ അസുഖമുള്ളവർ, ഡയാലിസിസ് രോഗികൾ, ജനിതകപരമായ പ്രശ്നങ്ങളുള്ളവർ. കാൽഷ്യമുള്ള രോഗികളിൽ മരുന്ന് ചികിത്സ പലപ്പോഴും ഫലിക്കാറില്ല. ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ റിസ്ക് കൂടുതലായിരിക്കും. ഇനി ഇതിന് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ റെഗുലർ ആയിട്ട് ഹാർട്ടിന്റെ ടെസ്റ്റുകൾ ചെയ്യുക. കാൽഷ്യം ഡെപ്പോസിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അസുഖം കണ്ടുപിടിക്കുക. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക. വിറ്റമിൻസ് പലപ്പോഴും വേണ്ടി വരാറുണ്ട്. ചിലരെങ്കിലും കാൽഷ്യത്തിന്റെ സ്കോർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യുക. ഹാർട്ടിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്.